കണ്ടിന്യൂസ് ടെൻസിൽ നമ്മൾ വെർബിന്റെ ഏത് ഫോമാണ് ചേർക്കുന്നത്? ING ഫോം. ഓർത്തോണേ, ഐഡന്റിഫൈ ചെയ്യാൻ ഓർത്തോണം. പെർഫെക്റ്റ് ടെൻസിൽ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ചേർക്കും. പെർഫെക്റ്റ് ടെൻസിൽ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആണ് ചേർക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഒരു ഓക്സിലറി വെർബ് കൂടാണ് ഡു, ഡിഡ്, ഡൺ. ഇതിലെ ഡൺ എന്ന് പറയുന്ന ലാസ്റ്റ് V3 ആണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്നുള്ളത് ഓർക്കണം. പെർഫെക്റ്റ് ടെൻസിൽ വെർബിന്റെ ഏത് ഫോം ചേർക്കുന്നു? പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഇവിടെ നോക്കിയേ, പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലും വെർബിന്റെ ഫോം ഏതാ ചേർക്കുന്നത്? ING. വെർബിന്റെ കൂടെ എന്ത് കാണും? ING. തെറ്റരുത്. ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞാൽ കുറച്ചുകൂടെ കഴിയുമ്പോൾ മനസ്സിലാവും കണ്ടിന്യൂസ് ടെൻസും പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസും തമ്മിലുള്ള ഡിഫറൻസ്. മനസ്സിലായോ? V3യുടെ കൂടെ ING. V3യുടെ കൂടെ ING അല്ല, പാസ്റ്റ് പാർട്ടിസിപ്പിൾ വെർബിന്റെ കൂടെ PPVയുടെ കൂടെ ഒരിടത്തും ING ചേർക്കത്തില്ല. ലാസ്റ്റ് എന്ത് വരുന്നത്? അത് പറഞ്ഞിരുന്നു. വെർബിന്റെ ഫോംസ് ING, പിന്നീട് BEEN ബീൻ ചേർത്തിട്ട് ഹാവിന്റെ ഫോംസ്. ബിയുടെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ വേണമെങ്കിൽ ചേർക്കാമെന്ന് പറയും. വെർബിന്റെ ഫോം ING ഫോം തന്നെ. അത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ പൊതുവായിട്ടുള്ളത്. സിമ്പിൾ ടെൻസിലാണെങ്കിൽ വെർബ്, കണ്ടിന്യൂസ് ടെൻസ് ING ഫോം, പെർഫെക്റ്റ് ടെൻസിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ, പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ വെർബിന്റെ ING ഫോം. ഇനി ഓക്സിലറി വെർബ് ഏതാണെന്ന് പറയാം. പറയട്ടെ. ഓക്സിലറി വെർബ് അല്ല, ഓരോന്നും ചേർക്കുന്ന ഐഡിയ പറഞ്ഞിട്ട് പിന്നെ അതിലേക്ക് പോവാം. ഓക്സിലറി വെർബ്സിൽ സിമ്പിൾ ടെൻസിൽ ചേർക്കുന്ന ഓക്സിലറി വെർബ് ഡൂൺ ഡസ് ആണ്. സിമ്പിൾ ടെൻസിൽ പ്രസന്റ് ടെൻസിൽ ചേർക്കുന്ന ഓക്സിലറി വെർബ് ഏതാണ്? ഡൂം ഡസ് ആണ്. മനസ്സിലായോ? ഏതാണ്? ഡൂം ഡസ്. പാസ്റ്റ് ടെൻസിൽ ചേർക്കുന്ന ഓക്സിലറി വെർബ് ഡിഡ് ആണ്. പാസ്റ്റില്, സിമ്പിൾ പാസ്റ്റില്. നേരത്തെ ഇത് കണ്ടവർക്കാണെങ്കിൽ പെട്ടെന്ന് ഇത് മനസ്സിലാവുക. മടി പിടിക്കാതെ കണ്ടവർക്ക് പെട്ടെന്ന് മനസ്സിലാവുക. സിമ്പിൾ പ്രസന്റിൽ ചേർക്കുന്ന ഓക്സിലറി വെർബ് ഏതാണ്? ഡു ഡസ് ആണ്. സിമ്പിൾ പാസ്റ്റിൽ ചേർക്കുന്ന ഓക്സിലറി വെർബ് ഡിഡ് ആണ്. സിമ്പിൾ ഫ്യൂച്ചറിൽ ചേർക്കുന്ന ഓക്സിലറി വെർബ് വില്ലും ഷാളും ആണ്. എന്താണ്? വില്ലും ഷാളും ആണ്. ഇത് എഴുതി കഴിഞ്ഞെങ്കിൽ നമുക്ക് തുടച്ചിട്ട് ബാക്കിയിലേക്ക് പോവാം. സിമ്പിൾ ഫ്യൂച്ചറിൽ ചേർക്കുന്നത് വില്ലും ഷാളും, സിമ്പിൾ പ്രസന്റിൽ ഡൂണ്ടസും, സിമ്പിൾ പാസ്റ്റിൽ ഡിഡ്. മനസ്സിലായല്ലോ? സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ ഡു ഓർ ഡസ്, സിമ്പിൾ പാസ്റ്റ് ആണെങ്കിലോ ഡിഡ്, സിമ്പിൾ ഫ്യൂച്ചർ ആണെങ്കിലോ വിൽ ഓർ ഷാൾ. പ്രസന്റ് ടെൻസ് അല്ലേ നമ്മൾ ഇനിയും പഠിക്കാൻ പോകുന്നത്. പ്രസന്റ് ടെൻസ് എങ്ങനെ പഠിക്കുന്നു? സിമ്പിൾ പ്രസന്റ് ടെൻസ് ഫസ്റ്റ്. സിമ്പിൾ പ്രസന്റ് ടെൻസിനെ തന്നെ വേറെ എന്തും പറയാം? പ്രസന്റ് ഇൻഡെഫിനിറ്റ് ടെൻസ്. അതാണ് പ്രസന്റ് ഇൻഡെഫിനിറ്റ് ടെൻസ്. പ്രസന്റ് ഇൻഡെഫിനിറ്റ് ടെൻസ്. പ്രസന്റ് ഇൻഡെഫിനിറ്റ് ടെൻസ്. സബ്ജക്റ്റ് ഇൻഡെഫിനിറ്റിൽ വെർബ് എന്നല്ലേ പറഞ്ഞേ? എന്നിട്ട് അതിന് മുമ്പ് ഒരു ഓക്സിലറി വെർബ് ചേർത്താൽ പോരായോ? അപ്പോൾ സിമ്പിൾ പ്രസന്റിൽ ചേർക്കുന്നത് ഏതാണ്? ഡു ഓർ ഡസ്. സിമ്പിൾ പ്രസന്റിൽ ഏതാ ചേർക്കുന്നത്? ഡു ഓർ ഡസ്. എഴുതി പഠിച്ചാലേ ഇത് മറക്കാതിരിക്കുന്നുള്ളൂ കേട്ടോ. സബ്ജക്റ്റ് ഡു ഓർ ഡസ് വെർബ്. ഏത് ടെൻസ്? സിമ്പിൾ പ്രസന്റ് ടെൻസ്. സബ്ജക്റ്റ് ഡു ഓർ ഡസ് വെർബ്. ഇനി സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ ഡസ്, നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അല്ലേ? സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ ഓക്സിലറി വെർബ് ചേർക്കുന്ന ഏതാണ്? ഡസ് ആണ്. സിംഗുലർ സബ്ജക്റ്റിന്റെ ഓക്സിലറി വെർബ് ഏതാണ്? ഡസ്. പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിൽ ഡു. ഏത് ടെൻസാണ് പഠിക്കുന്നത്? സിമ്പിൾ പ്രസന്റ് ടെൻസ്. പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിൽ ഡു. സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ ഡസ്. ഇത്രയും കാര്യം മനസ്സിലായോ? പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിൽ ഡു,
സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ എന്താ ചേർക്കുന്നത്? സിമ്പിൾ പ്രസന്റ് എങ്ങനെയാ ചെയ്യുന്നത്? വെർബിന് മുമ്പ് എന്ത് ചെയ്യുന്നു? ഡൂവോ ഡസോ ചേർത്താൽ സിമ്പിൾ പ്രസന്റ് ടെൻസ് കിട്ടും. മനസ്സിലായോ എത്രയും കാര്യം? തുടങ്ങട്ടെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറഞ്ഞില്ലേ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ നൗണോ പ്രോനോണോ ആയിരിക്കും. ഓരോ പ്രോനോൺ ഉണ്ട് നമുക്ക്. ഐ ഒരു പ്രോനോണാണ്, വി വേറൊരു പ്രോനോണാണ്, ഐയുടെ പ്ലൂറലാണ്, ഷീ പിന്നെ ഹി, ദേ, വി, യു. ഈ ഒരു നൗൺ പറഞ്ഞ് രാമ. രാമന്റെ കൂടെ അരയിലൂടെ ചേർത്ത് രാമ ആൻഡ് സീത. എല്ലാ സബ്ജക്റ്റും നോക്കണം. പ്രോനൗൺസിന്റെ കൂട്ടത്തില് എന്താ പറഞ്ഞത്? പ്രോനൗൺസില് ഷീയും ഹിയും ആണെങ്കിൽ അങ്ങനെ പഠിച്ചു വെച്ചോളാം. പ്രോനൗൺസില് ഷീയും ഹിയും ആണെങ്കിൽ നമ്മൾ എന്താ ചേർക്കുന്നത്? ഡസ്. ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടതാണല്ലോ ക്വസ്റ്റ്യൻ. പിന്നെ ആ ക്വസ്റ്റ്യൻ എടുത്ത് വെച്ചോളാം.